നമ്മൾ കാണുന്ന ചിത്രങ്ങൾക്ക് നമ്മളെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കറിയോ? അങ്ങനെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന 5 ചിത്രങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ഡേയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹായ്, ഹലോ, ഐ എം ജുനൈസ്. ഐ എം എൻ ഇന്റർനാഷണൽ മൈൻഡ് പവർ ട്രെയിനർ ആൻഡ് ഹിപ്നോട്ടിസ്റ്റ്. നിങ്ങൾ മെന്റൽ ഗ്രോത്തും ഫിസിക്കൽ ഗ്രോത്തും സ്പിരിച്വൽ ഗ്രോത്തും ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, കൂടെ കൂടാവുന്നതാണ്. എനിവേ, നമുക്ക് ഡയറക്റ്റ്ലി വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ഇമേജ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഡോണ്ട് ടെൽ മീ യു ക്യാൻ. നിങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല എന്ന് പറയരുത് എന്നാണ് എന്ത് ചെയ്യുന്നത് ഇമേജിൽ പറയുന്നത്. നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും, സൈക്കിൾ ഓടിക്കുന്ന വ്യക്തിക്ക് എന്തില്ല, കൈയും അതുപോലെ തന്നെ കാലും. ഒരു കാലും ഒരു കൈയും ഇല്ലാത്തൊരു വ്യക്തിയാണ്. നെവർ കംപ്ലൈൻ, ജസ്റ്റ് ബിൽഡ് യുവർ ലൈഫ്. നമ്മൾ വെറുതെ കംപ്ലൈന്റ് പറഞ്ഞിട്ട് എനിക്കതില്ല, എനിക്കിതില്ല, എൻ്റെ ലൈഫിൽ ഇങ്ങനെയാണ്, റിലേഷൻഷിപ്പിൽ ഈ പ്രശ്നമാണ്, ഹെൽത്തിലാകെ പ്രശ്നമാണ്, എന്താ പറയുക, ഈ രോഗം ആ രോഗം, ഇങ്ങനെ നമ്മൾ പ്രശ്നങ്ങളെ കുറിച്ച് മാത്രം ഡിസ്കസ് ചെയ്യാതെ എങ്ങനെ നമുക്കത് റീബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യാം, ചിന്തിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള വർക്കുകൾ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് വരുന്ന ചിത്രം കർമ്മ എന്നുള്ള ഒരു സംഭവത്തിനെ സൂചിപ്പിക്കുന്നതാണ്. നമുക്കറിയാം, വാട്ട് യു ഗീവ് കംസ് ബാക്ക് ടു യു. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് നമ്മളിലേക്ക് തന്നെ തിരിച്ചെത്തും. അതിപ്പോ നമ്മൾ നന്മയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മറ്റൊരു വഴിയിലൂടെ ഒരു നന്മ നമ്മളിലേക്ക് എത്തും. നമ്മളൊരു തിന്മയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മറ്റൊരു വഴിയിലൂടെ എന്തെങ്കിലും നമ്മളിലേക്ക് തിരിച്ചെത്തും. അപ്പം ഓൾവേസ് നമ്മൾ ബാക്കിയുള്ള ആളുകൾക്ക് കൊടുക്കുന്നത് പ്യുവർ ആണെന്നുള്ളത് എന്ത് ചെയ്യാം, ഉറപ്പുവരുത്തുക. ഇതാണ് രണ്ടാമത്തെ ഒരു ഫോട്ടോയിൽ എന്ത് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് ഓൾസോ ഇതിൽ ഒരു ക്യാപ്ഷൻ ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് കർമ്മ നെവർ ലൂസ് ആൻ അഡ്രസ്. അതായത് ഒരിക്കലും കർമ്മ എന്ത് ചെയ്യില്ല, അഡ്രസ്സുകൾ മറന്നു പോകില്ല എന്നുള്ളതാണ്. അപ്പം ആരാണോ തന്നിട്ടുള്ളത് അവരെ അഡ്രസ്സിലേക്ക് തന്നെ എന്ത് ചെയ്യും, കറക്റ്റ് ആയിട്ട് തിരിച്ചു കൊടുക്കും എന്നുള്ളതാണ്. മൂന്നാമതായിട്ടുള്ള ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും, യു നെവർ നോ ഹൗ ക്ലോസ് യു ആർ. ആ 2 ചിത്രത്തിലും ഒരാള് ഡയമണ്ട് തേടി മുന്നോട്ട് പോയിട്ട് അവസാനം എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ആ വ്യക്തി തിരിച്ചു പോകുന്നുണ്ട്, മതിയാക്കി തിരിച്ചു പോകുന്നുണ്ട്. എന്നാൽ മറ്റൊരു വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട്, അത് അങ്ങോട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. എക്സാക്ട്ലി നമ്മളെ ലക്ഷ്യത്തിന്റെ എത്രത്തോളം അടുത്തെത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു പരിധി വരെ നമുക്ക് അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ലോസ് ചെയ്ത് പോണ സമയത്ത്, നമ്മൾ അത് ഒഴിവാക്കി പോണ സമയത്ത്, ഒരു പക്ഷേ നമ്മള് ഉള്ളൻ കയ്യിലെത്താൻ തുടങ്ങുന്ന സമയത്തായിരിക്കും എന്ത് ചെയ്യുക, നമ്മൾ അത് ഒഴിവാക്കി പോവുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഡോണ്ട് ഗീവ് അപ്പ്, യു ആർ ക്ലോസർ ദാൻ യു തിങ്ക്. നമ്മൾ എത്ര എത്തിയത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ ക്ലോസർ ആയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യരുത്, നെവർ ഗീവ് അപ്പ് എന്നുള്ളതാണ് മൂന്നാമത്തെ ചിത്രം നമ്മളോട് പറയുന്നത്. നാലാമത്തെ ചിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ദ ഗ്രേറ്റസ്റ്റ് ഡിസബിലിറ്റി ഈസ് ഇൻ ദ മൈൻഡ്. ഏറ്റവും വലിയൊരു ഡിസബിലിറ്റി, വൈകല്യം, അത് നമ്മളെ മനസ്സിനാണ്, നോട്ട് ഇൻ ദ ബോഡി എന്നുള്ളതാണ് പറയുന്നത്. നമുക്കറിയാം, വികലാംഗനായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ത് ചെയ്യുന്നത്, ഫുള്ളി ഫിറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ക്യാഷ് കൊടുക്കുന്നത് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അതിൽ ഒരു ക്യാപ്ഷൻ ആയിട്ട് പറയുന്നത്, വിൻ ഇൻ യുവർ മൈൻഡ് ആൻഡ് യു വിൽ വിൻ ഇൻ യുവർ റിയാലിറ്റി. അതായത് നമുക്ക് നമ്മളെ മനസ്സിൽ വിജയിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുഭാഗത്ത് എന്ത് തന്നെ ആയിക്കോട്ടെ, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ, റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ഹെൽത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ, നമ്മുടെ ബിസിനസ്സിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ, എനിത്തിങ്, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് നമ്മളെ മെന്റൽ ലെവലിൽ നമുക്ക് വിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു റിയാലിറ്റിയിലേക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, സ്പ്രെഡ് ചെയ്യാൻ പറ്റും. ആ റിയാലിറ്റിയിലേക്ക് അത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് നാലാമത്തെ ചിത്രം നമ്മോട് പറയുന്നത്. ഇനി അഞ്ചാമത്തെ ചിത്രം എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, ഒരു വ്യക്തി ഒരു കുഴിയിൽ ഇങ്ങനെ ഇറങ്ങി നിന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ചെറിയൊരു തീ ഇട്ടിട്ട് ചെറുതായിട്ട് ഇങ്ങനെ തീ കായുന്നുണ്ട്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഡോണ്ട് ബേൺ യുവർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ എ ടെമ്പററി കംഫർട്ട്. ഒരു ടെമ്പററി ആയിട്ടുള്ള കംഫർട്ടിന് വേണ്ടിയിട്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്, നമുക്ക് പെർമനന്റ്ലി കിട്ടുന്ന ഒരു സക്സസിന് എന്ത് ചെയ്യരുത്, ഉപയോഗിച്ച് ഉപയോഗശൂന്യമാക്കരുത് എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. യുവർ കംഫർട്ട് സോൺ ഈസ് യുവർ എനിമി. അതായത് നമുക്ക് ഒരു കംഫർട്ട് സോൺ ഉണ്ടാവുമല്ലോ, നമ്മളെ വീട്, അല്ലെങ്കിൽ നമ്മളെ ചില ആളുകളെ സർക്കിള്, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, ഇത് നമ്മളൊരു കംഫർട്ട് സോൺ ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഈ കംഫർട്ട് സോൺ നമ്മളൊരു എനിമിയാന്ന് പറയും. എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഗ്രോത്തിലേക്ക് അത് പറഞ്ഞു വിടാതെ ആ കംഫർട്ട് സോണിലേക്ക് തന്നെ എന്ത് ചെയ്യും, നമ്മളെ ബ്രെയിന് പിടിച്ചിരുത്തുന്നതാണ്. അതുകൊണ്ട് ഓൾവേസ് എപ്പോഴും എന്ത് ചെയ്യുക, നമ്മൾ ഗ്രോത്ത് മൈൻഡ് സെറ്റിൽ എന്ത് ചെയ്യുക, ആൻഡ് ഡോണ്ട് ബേൺ യുവർ ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ് അഞ്ചാമത്തെ ചിത്രം നമ്മളോട് എന്ത് ചെയ്യുന്നത്, കൺവേ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം ഈ 5 ചിത്രങ്ങളാണ് എന്ത് ചെയ്യാനുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ ഓരോ ചിത്രങ്ങളും നിങ്ങളുടെ ലൈഫിന്റെ ഓരോ ഏരിയാസിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എനിവേ, നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നെക്സ്റ്റ് ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക് യു.